ലോക്സഭ ഇലക്ഷൻസ് വരാൻ പോവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട്സ്, ചർച്ചയാവാത്തതും ഇലക്ട്രൽ ബോണ്ട്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രൽ ബോണ്ട്സ് ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളതാണ് അല്ലേ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗട്ട് അടിച്ചിരിക്കുന്നത്. അതായത് ഒരു മേജർ പാർട്ടിയിലേക്ക് ഇപ്പൊ പണ്ടൊക്കെ പാർട്ടി ഫണ്ട് എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഇലക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് വലിയ വലിയ കോടീശ്വരന്മാരും വലിയ വലിയ കമ്പനികളും പിന്നെ കള്ളപ്പൈസ കയ്യിലുള്ള കുറെ ആളുകളൊക്കെ പൈസ വെളുപ്പിക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അത് പാർട്ടി മേടിക്കുന്നതിന് ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ എഴുതി ഒരു റെസിപ്റ്റ് കൊടുക്കുമായിരിക്കും. എന്നാണെന്നുണ്ടെങ്കിലും അതിനൊന്നും എവിടെയും ഒരു എന്താ പറയാ ഓഡിറ്റ് വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതെ, അതൊന്നും ഉണ്ടാവില്ല. കൊടുക്കണവൻ കൊടുത്തോണ്ടിരിക്കും, വാങ്ങുന്ന പാർട്ടി മേടിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പൊട്ടന്മാരെ പോലെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് 2016 ഡിമോണിറ്റൈസേഷൻ 2016 നോട്ട് നിരോധനം. 2016 നോട്ട് നിരോധനത്തിന് ശേഷം സംഗതി നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട് എന്താണ് നമ്മുടെ മോദി സർക്കാർ പറഞ്ഞത്? കള്ളപ്പണം ഇനി നടക്കില്ല, മക്കളെ എല്ലാം പിടിച്ചെടുക്കുന്നുണ്ട്, കള്ളപ്പണം പിടിച്ചെടുക്കുന്നുണ്ടാണ് പരിപാടി കൊണ്ടുവന്നത്. സംഗതി അവരെന്നെ കൊണ്ടുവന്ന പരിപാടി ആയതുകൊണ്ട് അവരുടെ കയ്യിലുള്ള കള്ളപ്പണം അവർ സേഫാക്കി. ആൾക്കാരെ കള്ളപ്പണം പിടിക്കുന്നതാണോ പറഞ്ഞത്? അതായത് ഈ കള്ളപ്പണം ബ്ലാക്ക് മണി എന്നൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിക്കും കറുത്ത നോട്ട് ഉണക്കാൻ വെച്ച പരിപാടിയാന്നുള്ളത്. ഈ നോട്ടായിട്ടൊന്നും അല്ല ഈ കള്ളപ്പണം ഇരിക്കുന്നത്. ഒക്കെ ഇന്ത്യയിലും അല്ല, എബ്രോഡാണ് ഈ സാധനങ്ങളൊക്കെ അവർ ഇട്ടെടുത്ത് വെച്ചിട്ടുള്ളത്. അതും പൈസ ആയിട്ടൊന്നും ആയിരിക്കില്ല, ഷെയർ ആയിട്ടും അങ്ങനെ പല കാര്യങ്ങളിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കും. അപ്പം എന്താണെങ്കിലും ഈ സംഗതിയൊക്കെ നിർത്തലാക്കും. അതായത് ഫിനാൻഷ്യലി എതിർ പാർട്ടിക്കാരെ മൊത്തത്തിൽ വെട്ടി നിരത്തുക. ഓക്കെ, അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് 2016 ഈ പരിപാടി ചെയ്തത്. ഇത് ചെയ്ത് കഴിഞ്ഞ് ദ വെരി നെക്സ്റ്റ് ഇയർ 2017 ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരണം. അപ്പം 2017 ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുമ്പോൾ ഇവർ പറയുന്നത്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു പാർട്ടിയിലേക്ക് സംഭാവന ചെയ്യാൻ കോർപ്പറേറ്റുകൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു അല്ലേ, ഒരു ലിമിറ്റ് ഉണ്ട്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അതായത് 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി അങ്ങനെയാണ് അതിൻ്റെ ഡിനോമിനേഷൻസ് വരുന്നത് ഈ ബോണ്ടുകൾ. ഇത് SBIന്റെ എന്താ പറയുക സെലക്റ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസിൽ ആണ് ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുക. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഏതൊരു വലിയ കമ്പനികൾക്കും ജയന്റുകൾക്കും എത്ര എമൗണ്ട് വേണമെന്നുണ്ടെങ്കിലും അവരുടെ പേരോ കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാതെ അവരെ എങ്ങനെയാണെന്ന് അറിയാതെ ബോണ്ട് വാങ്ങിയിട്ട് അത് പാർട്ടികളിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അത് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക വേറെ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി തന്നെയാണ് അല്ലേ, ഭാവന എന്നുള്ള പേരിലുള്ള കള്ളപ്പണം. അതായത് ഇത് കുറച്ച് സിസ്റ്റമാറ്റിക് ആക്കി, അത്രേ ഉള്ളൂ സംഗതി. അതായത് കേട്ട് കഴിഞ്ഞാൽ ഓക്കെ, SBI ബാങ്ക് ത്രൂ ബോണ്ട് വാങ്ങുന്നു, പൈസ കൊടുക്കുന്നു, എല്ലാം അക്കൗണ്ടബിൾ ആണ് എന്നുള്ളത് പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ടാണ് ഈ പരിപാടി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ സാധനം ഇറക്കിയത്. അന്ന് മുതലേ ഇത് സ്കാം ആണ് എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ കുറെ പേര് കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെ കാര്യത്തിൽ എന്തായത് ഒരു തീരുമാനം വന്നത്. പക്ഷെ ഈ തീരുമാനം വന്നിട്ടാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നില്ല വേണ്ട രീതിയിൽ ഒരു മീഡിയ ഇടപെടലോ ആളുകളെ ഇൻഫോർമേറ്റീവായിട്ട് ഇപ്പൊ നമ്മളെപ്പോലുള്ള പൊതുജനങ്ങളെ ഇതിന്റെ പിന്നിൽ ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളതൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല. ആർക്കും അറിയില്ല. 95% ആൾക്കാർക്കും അറിയില്ല. 99% ആളുകൾക്കും എനിക്ക് തോന്നുന്നില്ല ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് അറിയുന്നുള്ളത്. അരുൺ ജെയ്റ്റ്ലി 2017 ഈ സംഗതി ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വിശദമായി സംസാരിക്കുന്ന സമയത്ത് അയാൾ ഈ പറഞ്ഞ എന്താ പറയാ ഇലക്ട്രൽ ബോണ്ട് വഴി ഇത് സുതാര്യമായി, അതായത് കുറച്ചും കൂടി എന്താ പറയാ ഓഡിറ്റ് ഒക്കെ വെച്ചിട്ട്, അതായത് SBI ത്രൂ പോണതാണല്ലോ. അപ്പൊ ഇതിവിടെ കയറി ചെന്നിട്ട് ഒരാൾക്ക് ഒരു 10 കോടി നോട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, 1 കോടി പൈസ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇത് അക്കൗണ്ട് DD അങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് എല്ലാത്തിനും ഓഡിറ്റ് കാണുമല്ലോ എന്നുള്ള രീതിക്കാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് ശരിക്കും അരുൺ ജെയ്റ്റ്ലി. ആൻഡ് അതേപോലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോറിൻ രാജ്യങ്ങളിലുള്ള കമ്പനികൾക്ക് ഒരിക്കലും ഇവിടെ ഒരു പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ പറ്റില്ല. ആ പോളിസീസ് ഒക്കെ മാറ്റിയിട്ട് പുറത്തുള്ള രാജ്യത്തുള്ള ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് സബ്സിഡറി ആയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടെങ്കിൽ അവർ ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു പാർട്ടിക്ക് ഫണ്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത് കുറച്ച് അധികം വലിയൊരു സ്കാം BJP സർക്കാർ ആകെ മൊത്തം ആൾക്കാരെ കണ്ണിൽ പൂട്ടിയിട്ട് പറ്റിച്ച് ഇത് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും പറഞ്ഞു അക്കൗണ്ട് ത്രൂ ആണ് എല്ലാ ഡീറ്റെയിലുള്ള SBI ത്രൂ വാങ്ങണം ബോണ്ട് പേപ്പർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്
പറഞ്ഞ സാധനം സെറ്റപ്പ് ആക്കി അവരെന്തായാലും നടത്തി. അതിലൂടെ ഫണ്ട് അടിച്ചു മാറ്റിയത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ പൈസയൊന്നും അല്ല, 6,000 കോടി സംതിങ് BJPക്ക് കിട്ടിയിട്ടുണ്ട്. BJPക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്. അതിനിവിടെ അതാ പാർട്ടികൾക്ക് കിട്ടിയത്. BJPക്ക് 6,566 കോടി രൂപയാണ് കിട്ടിയത്. ആകെ ബോണ്ടുകൾ 8,633 ബോണ്ട്. അതെ, അല്ല ബോണ്ട് പേപ്പർ അത്രയുണ്ട്, പക്ഷെ അതിൽ ഇത്ര കോടി രൂപ വന്നു. കോൺഗ്രസില് 1,123 കോടി രൂപ, ആകെ ബോണ്ട് പേപ്പർ 3,146. CPIയും CPMും എന്താണ് ബോണ്ട് വാങ്ങിയില്ല. അതുകൊണ്ട് തന്നെ അവരാണ് ഇപ്പൊ ഇതിന്റെ പിന്നിൽ ഇറങ്ങി തിരിച്ചിട്ട് എന്ന പരിപാടി നോക്കിയിട്ട് സംഗതി മുന്നോട്ട് കൊണ്ടുപോണത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി 5 കമ്പനികൾ, 3 കേന്ദ്ര ഏജൻസി അന്വേഷണം നേരിട്ടവർ. അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. ഓക്കെ, ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് ഇവര് 1,300 കോടി ഇവരുടെ ED കണ്ടുകെട്ടിയിട്ടുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കല്. പിന്നെ മേഗാ എഞ്ചിനീയറിംഗ് അവർക്ക് 1,000 കോടി ED ആദായ നികുതി വകുപ്പിന്റെയും റെയ്ഡിലൂടെ അവർക്ക് കണ്ടുകെട്ടിയിട്ടുണ്ട്. പിന്നെ വേദാന്ത ഗ്രൂപ്പ് 376 കോടി നിയമലംഘനത്തിന് തെളിവുകളുണ്ടെന്ന് ED വിസാലംഘനത്തിൽ. അപ്പോൾ സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EDയും ഇലക്ട്രൽ ബോണ്ടും തമ്മിൽ എന്ത് ബന്ധം? അവിടെയാണ് ഈ പോയിന്റുകളൊക്കെ കിടക്കുന്നത്, EDയും ഇലക്ട്രൽ ബോണ്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് BJPയിലേക്ക് കള്ളപ്പൈസ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ഇലക്ട്രൽ ബോണ്ട് ഇറക്കിയതല്ല. ഇവർ ഇലക്ട്രൽ ബോണ്ട് എന്തിനാ ഇറക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർ പാർട്ടികളെ ആര് ഫണ്ട് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സംഗതി പിടുത്തം കിട്ടിയ അതാണ് ഇവരുടെ വിഷയം. ഇതിൻ്റെ ഇടയിൽ ഞാനിവിടെ ചെറിയൊരു ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് എത്ര വന്നു, എത്ര കൊടുത്തു, ആരൊക്കെ എന്നുള്ളതിനൊരു ഡീറ്റെയിലിംഗ് അവിടെ വയ്ക്കാട്ടാ. ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ ആദ്യ 5 കമ്പനികളിൽ 3 കമ്പനികളും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. ചില കമ്പനികൾ ആകെ ലാഭത്തിൻ്റെ പല ഇരട്ടി തുകയുടെ ബോണ്ട് വാങ്ങി. കേന്ദ്ര സർക്കാരിൻ്റെ വൻ കരാറുകൾ കിട്ടുന്നതിന് തൊട്ട് മുൻപോ ശേഷമോ ആണ് ചില സ്ഥാപനങ്ങൾ കോടികൾ ബോണ്ടുകൾ വഴി സംഭാവന ചെയ്തത്. അന്വേഷണ ഏജൻസികളുടെ നടപടി നേരിടുന്നവരാണ് കൂടുതൽ ബോണ്ട് വാങ്ങിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഫ്യൂച്ചർ ഗെയിമിംഗ്, മേഗാ എഞ്ചിനീയറിംഗ്, വേദാന്ത എന്നിവ ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയ ആദ്യ 5 കമ്പനികളിലുണ്ട്. ഈ 3 കമ്പനികളും ED, ആദായ നികുതി എന്നിവയുടെ റഡാറിലുണ്ടായിരുന്നു. ആകെ 1,368 കോടിയുടെ ബോണ്ട് വാങ്ങിയ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി ED 409 കോടി പിടിച്ചെടുത്ത് 5 ദിവസത്തിനുള്ളിൽ 100 കോടിയുടെ ബോണ്ട് വാങ്ങി സംഭാവന നൽകി. രണ്ടാമത്തെ കമ്പനിയായ മേഗാ എഞ്ചിനീയറിംഗ് 2023 ഏപ്രിൽ 11 140 കോടിയുടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. ഒരു മാസത്തിന് ശേഷം 14,400 കോടിയുടെ മഹാരാഷ്ട്ര ട്വിൻ ടണൽ പദ്ധതി ടെൻഡർ മേഗാ എഞ്ചിനീയറിംഗ് നേടിയതായും കാണാം. പ്രമുഖ ഫാർമ കമ്പനികൾ അടുത്തടുത്ത ദിവസം ബോണ്ടുകൾ വാങ്ങിയതും ദുരൂഹമാണ്. സിപ്ല, ഡോക്ടർ റെഡ്ഡീസ്, ഇപ്ക ലാബോറട്ടറീസ് എന്നിവ 2022 നവംബർ 10 50 കോടിയോളം രൂപയുടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. ഗ്ലെൻമാർക്ക്, മാൻകൈൻഡ് കമ്പനികൾ നവംബർ 11 30 കോടിയുടെയും മറ്റു ചില ഫാർമ കമ്പനികൾ അതിനടുത്ത ദിവസവും ബോണ്ടുകൾ വാങ്ങിക്കൂട്ടി. മാർച്ച് 2022 സിപ്ല, ഗ്ലെൻമാർക്ക് തുടങ്ങിയ കമ്പനികൾക്കെതിരെ നികുതി വെട്ടിപ്പ് അന്വേഷണം നടന്നിരുന്നു എന്നതാണ് വാസ്തവം. പ്രധാന ഖനി, സ്റ്റീൽ കമ്പനികൾ വാങ്ങിക്കൂട്ടിയത് 825 കോടിയുടെ ബോണ്ടുകളാണ്. പശ്ചിമ ബംഗാളിൽ ഖനിക്കുള്ള അനുമതി കിട്ടി ഒരു മാസത്തിന് ശേഷമാണ് വേദാന്ത ഗ്രൂപ്പ് 25 കോടിയുടെ ബോണ്ട് വാങ്ങിയത്. ഖനന അനുമതി നേടിയ സഞ്ജീവ് ഗോയങ്കയുടെ ഹാൽദിയ എനർജി ഗ്രൂപ്പ് 375 കോടിയുടെ ബോണ്ടാണ് വാങ്ങിയത്. അനധികൃത ഖനനത്തിന് കേസ് നേരിട്ട SL ഗ്രൂപ്പ് നൽകിയത് 224 കോടിയുടെ സംഭാവനയാണ്. നിഴൽ കമ്പനികളുടെ സൂചനയും പുറത്തു വന്ന പട്ടികയിലുണ്ട്. റിലയൻസുമായി ബിസിനസ് ബന്ധമുള്ള ക്വിക്ക് സപ്ലൈ ചെയിൻ എന്ന കമ്പനി 410 കോടിയുടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ കമ്പനിയുടെ ലാഭം ഇതിൻ്റെ 4/1 മാത്രമാണെന്ന് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. ആകെ സംഭാവനയിൽ പകുതിയോളം കിട്ടിയത് കേന്ദ്രം ഭരിക്കുന്ന BJPക്കാണ്, 6,060.51 കോടി രൂപ. ആകെ സംഭാവനയിൽ 47.5%. രണ്ടാമത് 1,609 കോടി കിട്ടിയ തൃണമൂലും മൂന്നാമത് 1,421 കോടി കിട്ടിയ കോൺഗ്രസുമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മാത്രം BJPക്ക് കിട്ടിയത് 1,700 കോടി രൂപയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2024 ജനുവരിയിൽ കിട്ടിയത് 202 കോടി. 2018 മുതൽ 19 ഏപ്രിൽ വരെയുള്ള 2,500 കോടിയുടെ കണക്ക് SBI എന്നാൽ ഇതുവരെ നൽകിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ ആരൊക്കെ എത്രയൊക്കെ എങ്ങനെയൊക്കെ ഏത് വഴി കൊടുത്തു, എത്രയൊക്കെ പാർട്ടികൾക്ക് കിട്ടി എന്നുള്ളതിന് ഇതൊരു ചെറിയ കണക്കാണ്. ഓക്കെ, ഇനി ഇന്നലെ ഒരു മേജർ ന്യൂസ് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ബോണ്ടുകളുടെ തിരിച്ചറിയൽ കോഡ് നൽകാൻ ഉത്തരവ്. ഓക്കെ, അതായത് ഒരു തിരിച്ചറിയൽ കോഡ് ഉണ്ട് ഇതിനകത്ത്.
ഈ ഇലക്ട്രൽ ബോണ്ടിനകത്ത് വിഷ്വലി നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത കുറച്ച് കോഡുകളുണ്ട്. ഓക്കെ, ആ ആൽഫ ന്യൂമറിക്കൽസ് എന്താണ് സംഗതി? അത് ഈ പറഞ്ഞ ഐ വി റേസ് വെച്ചിട്ടേ നടക്കും, അൾട്രാ വയലറ്റ് റേസ് വെച്ചിട്ടേ നമുക്ക്. അൾട്രാ വയലറ്റ് റേസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് അൾട്രാ വയലറ്റ് റേസ് അടിച്ചു കഴിഞ്ഞാൽ ഈ സംഗതി എന്താവും, കാണാൻ പറ്റും. ഹിഡൻ നമ്പേഴ്സ് ആണ് അതിനകത്തുള്ളത്. ഇതിനെ കുറിച്ച് ദ ക്വിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ, അവര് ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അവർ ഈ ഇലക്ട്രൽ ബോണ്ടിനകത്തുള്ള ഹിഡൻ നമ്പേഴ്സ് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അവർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ദ ക്വിൻറ്റിൽ കയറി കണ്ടാൽ മതി. അപ്പം അതിൽ അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹിഡൻ നമ്പേഴ്സ് SBIക്ക് എന്തായാലും അറിയാം. അവരാണ് ഇലക്ട്രൽ ബോണ്ട് പേപ്പേഴ്സ് കൊടുക്കുന്നത്. സോ ഓബിയസ്ലി അവർക്ക് ആ ഹിഡൻ നമ്പർ അറിയും അല്ലേ, അറിയാതിരിക്കാൻ ഒരു വഴിയില്ല. അപ്പം അങ്ങനെ ഹിഡൻ നമ്പേഴ്സ് SBIക്ക് അറിയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയാം, സപ്പോസ് ഞാൻ BJPക്ക് വേണ്ടിയിട്ട് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു, നിങ്ങൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു. പക്ഷേ ഇത് കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മേടിച്ചതെന്നും ഞാൻ BJPക്ക് വേണ്ടിയാണ് മേടിച്ചതെന്നുള്ളതും എങ്ങനെ മനസ്സിലാവും? ഇപ്പം ഞാൻ രാവിലെ ഇവിടെ ചെന്നു, SBI ചെന്നു, ഞാനൊരു 1 കോടി രൂപേൻ്റെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി. ഞാൻ വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടിന് ഞാൻ എന്ത് കൊടുക്കണം? എൻ്റെ KYC കൊടുക്കണം, എൻ്റെ ഡോക്യുമെന്റ്സ് കൊടുക്കണ്ടേ? ഞാനാണ് മേടിച്ചത്. അപ്പം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ആർക്ക് മനസ്സിലായി? SBIക്ക് മനസ്സിലായി. ഞാൻ ഇലക്ട്രൽ ബോണ്ട് 1 കോടിക്ക് വാങ്ങിയെന്ന് SBIക്ക് അറിയാം. ഈ ഇലക്ട്രൽ ബോണ്ട് ഞാൻ നേരെ കൊണ്ടുപോയിട്ട് BJPക്ക് കൊടുത്തു. BJP 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഇലക്ട്രൽ ബോണ്ട് മാറ്റണം. അവർ ഈ സാധനം എന്ത് ചെയ്തു? അവരെ ബാങ്ക് ത്രൂ കൊടുത്തിട്ട് ഈ സാധനം പൈസ ആക്കാൻ പോവാണ്. അപ്പം അതിലൊരു ഹിഡൻ നമ്പർ ഉണ്ടല്ലോ ഈ ഇലക്ട്രൽ ബോണ്ടിനകത്ത്. അപ്പം ഞാനിത് BJP കൊണ്ടുപോയി, BJP ഇലക്ട്രൽ ബോണ്ട് 15 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ BJPക്ക് മനസ്സിലായി ഞാൻ 15 കോടി അവർക്ക് കൊടുത്തത്. അപ്പോൾ BJPന്റെ കേസ് ഞാൻ അവർ നോക്കണ്ടല്ലോ. പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊരു ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു, നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി മേടിച്ചു, നിങ്ങളിത് കോൺഗ്രസിന് കൊണ്ടുപോയി കൊടുത്തു. കോൺഗ്രസ് ഇത് കൊണ്ടുപോയിട്ട് അല്ല SBIയിൽ ബാങ്ക് കൊടുത്തു. ഇലക്ട്രൽ ബോണ്ട് പൈസയാക്കാൻ, പാർട്ടി ഫണ്ടിക്ക് പൈസ മാറ്റാൻ കൊടുക്കുമ്പോൾ ഈ സീക്രട്ട് നമ്പർ ഉള്ള സാധനമാണ് എവിടെ വന്നത്? ബാങ്കിൽ വന്നത്. അപ്പൊ ബാങ്കിൽ എന്ത് മനസ്സിലായി? ജിത്തുവായി എന്ന് പറഞ്ഞ ആള് ജിത്തുവായി എന്ന് പറഞ്ഞ ആള് പൈസ ആർക്കാ സംഭാവന ചെയ്യണേ? കോൺഗ്രസിനാണ് ചെയ്യുന്നത്. അപ്പൊ കോൺഗ്രസിന് പൈസ വരുന്ന സോഴ്സ് ആർക്ക് മനസ്സിലായി? അതായത് ഇലക്ട്രിക് ബോണ്ട് വഴി കോൺഗ്രസിനും ക്യാഷ് വരുന്നുണ്ട്. അത് ആരിൽ നിന്ന് വരുന്നു, എമൗണ്ട് വരുന്നുണ്ട്, പക്ഷെ ആരിൽ നിന്ന് വരുന്നു, എത്ര കൊടുക്കുന്നു എന്നുള്ളത്. അതായത് BJPക്ക് കിട്ടുന്നത് പിന്നെ അവർക്ക് അറിയാലോ, BJP എന്തായാലും കിട്ടുന്നുള്ളത്. അല്ലാതെ എതിർ പാർട്ടികൾക്ക് ആരിൽ നിന്ന് ഈ പറഞ്ഞ എത്ര കിട്ടുന്നുണ്ട്, ആര് പൈസ കൊടുക്കുന്നുണ്ട്, ഇത് അറിഞ്ഞു കഴിഞ്ഞാലുള്ള സുഖം എന്താ? ആ പൈസ കൊടുക്കുന്ന കമ്പനിക്ക് EDനെയാണ് പറഞ്ഞു വിട്ടാ ഓൻ പെട്ടു. ഇപ്പൊ ഈ ഇലക്ട്രൽ പൂട്ടിക്കാം, പേടിപ്പിച്ചിട്ട് എന്ത് ചെയ്യാ? അടുത്ത വട്ടം ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നിങ്ങൾ ഇത്ര ഫണ്ട് തന്നില്ലെങ്കിൽ കമ്പനി പൂട്ടി പോകും മക്കളെ. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും? 2 കാര്യം സംഭവിക്കും. ഒന്ന്, BJP ഈ പേടിപ്പിക്കല് കാരണം BJPക്ക് ഇവർ ഫണ്ട് കൊടുക്കാൻ തുടങ്ങും. 2, അപ്പുറത്ത് മറ്റവർക്ക് കിട്ടുന്നത് നിൽക്കും ചെയ്യും. പിന്നെ മാത്രല്ല, ഇതിൽ ഉൾപ്പെടുന്ന ആളുകളായിരിക്കും മിക്കവാറും ഈ ചാടുന്നത്, BJPക്ക് ചാടുന്നത്. BJPക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ്സിന് എന്ത് ചാട്ടം? അവർക്ക് ഇത് കൊടുക്കണം. കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ലോ, ഇത് വാങ്ങിച്ച ആൾക്കാരൊക്കെ, അവരൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കണം ഭീഷണിപ്പെടുത്തുന്നത്. അല്ല, ഇലക്ട്രൽ ബോണ്ടിൽ ഭീഷണിപ്പെടുത്തലില്ല. ഇത് വ്യക്തിയല്ലല്ലോ വാങ്ങുന്നത്, പാർട്ടിയല്ലേ വാങ്ങുന്നത്. ഇവിടെ അങ്ങനത്തെ ഭീഷണിപ്പെടുത്തലല്ല. ഇവിടുത്തെ ഭീഷണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു 1000 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനീന്റെ മുതലാളിയാണ്. ഓക്കെ, ഇന്റെ കമ്പനിയിൽ ശരിക്കും ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കാനാണെങ്കിൽ എനിക്ക് 3 കൊല്ലത്തിൽ ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പാണെങ്കിൽ 3 കൊല്ലമുള്ള ഇതിന്റെ ടോട്ടൽ ടേൺ ഓവറിന്റെ 7% കൊടുക്കാൻ പാടും. പക്ഷെ ഇലക്ട്രൽ ബോണ്ട് വന്നതിന് ശേഷം എനിക്ക് ഇതിന്റെ ഫുള്ള് പൈസ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എടുത്ത് കൊടുക്കാൻ പറ്റും. ഞാൻ 1000 കോടി പ്രോഫിറ്റ് ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ഓണറാണ്. ഞാനൊരു 500 കോടിയാണ് ഇപ്പോൾ ഇവർക്ക് കൊടുക്കാൻ കണ്ടത് കോൺഗ്രസിന്. പക്ഷെ അത് BJP ഇലക്ട്രൽ ബോണ്ടിലെ ഹിഡൻ നമ്പർ വെച്ചിട്ട് മനസ്സിലാക്കി EDനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വയ്ക്കുമ്പോൾ അവരെന്താ പറയാ, എന്റെ കമ്പനിയെ പൂട്ടി പോണ്ടെങ്കിൽ ഈ എന്ത് ചെയ്യും, ഒരു 800 കോടി ആദ്യം ഇങ്ങോട്ട് തന്നു പറഞ്ഞിട്ട് BJPക്ക് കിട്ടേണ്ടത് അവരെ ഇരട്ടിപ്പിക്കും ചെയ്യും, കോൺഗ്രസിന് കിട്ടുന്നത് അവർ ഇല്ലാതാക്കും ചെയ്യും. അപ്പൊ ഇതാണ് കാരണം പല കേസും എന്താ വെച്ചാൽ കോൺഗ്രസിന് മനസ്സിലാക്കാനും പറ്റൂല BJPക്ക് എത്ര. അതെ, കോൺഗ്രസിന് BJP അതിങ്ങനെ BJPക്കാണ് അവർക്ക് ആരൊക്കെ തന്നു എന്നുള്ളത് മനസ്സിലാക്കാം, അവർക്ക് എത്ര കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാം, എതിർ പാർട്ടിക്ക് എത്ര പോയി എന്നുള്ളതും അവർക്ക് മനസ്സിലാക്കാം. അതും അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ EDക്ക് സുഖമായിട്ട് പിന്നെയും കുറച്ചും കൂടിയും പാർട്ടിക്ക് സംഭാവന പിരിക്കാൻ വേണ്ടി ആൾക്കാരെ പിടിക്കാനാണ്
ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ പരിപാടി ഇറക്കി വിട്ടിട്ടുള്ളതാണ്. പൊതുവെ ഇതിൽ നിന്നും പൊതുജനങ്ങൾ ആയ നമ്മൾ മനസ്സിലാക്കേണ്ട സിമ്പിൾ വലിയ കാര്യം. അതായത് BJP വളരെ ഈസിയായി സിമ്പിളായിട്ട് എന്ത് ചെയ്തു, വലിയ രീതിയിൽ ഒരു സ്കാമാണ് നടത്തി. അതായത് അവരെ പാർട്ടി ഫണ്ടിലേക്ക് ഫണ്ട് വരാനും ബാക്കി പാർട്ടിക്കാരെ ഫണ്ടിലേക്ക് ആരൊക്കെ പൈസ കൊടുക്കുന്നു എന്നറിയാനും അത് ബ്ലോക്ക് ചെയ്യാനും അതുവഴി ED പറഞ്ഞയക്കാനും മൊത്തത്തിൽ അവരൊരു സാധനം കലക്കി കുളിച്ചുണ്ടാക്കി അതൊരു 7-8 കൊല്ലം ഇന്ത്യയിൽ നടപ്പിലാക്കി. സാധാരണക്കാർക്ക് ഇട്ട് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ ഒരാൾക്ക് ഇത് ഒരു ഐഡിയ പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. ഇപ്പോഴും SBI-നോട് ഡാറ്റ ഫുള്ള് കൊടുക്കാൻ പറയുമ്പോൾ അവർ ഈ ഹിഡൻ നമ്പറിന്റെ ഡാറ്റ കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അതെന്താ കൊടുക്കാഞ്ഞേ? ഹിഡൻ നമ്പർ ഡാറ്റ കൊടുത്താൽ ആര് എപ്പോ വാങ്ങി എത്ര വാങ്ങി അത് ആർക്ക് കൊടുത്തു എന്നുള്ളതൊക്കെ അറിയാം. ഇപ്പൊ ചില കമ്പനികൾക്ക് ഇവിടെ പ്രശ്നം പറ്റിയെന്താ വെച്ചാൽ ചില കമ്പനികൾ ഈ പറഞ്ഞ ഇലക്ഷൻസിന്റെ ഒക്കെ മുന്നേ ED റെയ്ഡും കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും. ഇലക്ഷൻ ആവാൻ നേരത്തെ ഇവരെന്ത് ചെയ്യും, ബോണ്ട് പേപ്പറിന് വാങ്ങും, ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ട് കുറെ പൈസ കൊടുക്കും. അതായത് ED-നെ ആദ്യമായിട്ട് പറഞ്ഞേക്കും, എന്നിട്ട് ഞെട്ടിച്ചിട്ട് ഇലക്ഷൻ ടൈം ആകുമ്പോൾ നേരെ എന്ത് ചെയ്യും, ബോണ്ട് പേപ്പർ വാങ്ങിയിട്ട് ഇലക്ട്രൽ ബോണ്ടിൽ ഒരു 50 കോടി 100 കോടി കൊടുക്കുമ്പോൾ അടുത്തൊരു പ്രൊജക്റ്റ് അവർക്കാണ് കൊടുക്കും. ശരിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ നാട്ടുകാർക്ക് ഇത് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഇവർ ചെയ്തു വെക്കുന്നത്. അതായത് നമ്മൾ ഇപ്പൊ വിസിബിളി നോക്കി മോദി ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു സ്കാം നിങ്ങൾക്ക് പറയാനുണ്ടോ? എല്ലാം ഒന്നും പറയാനില്ല. അത് തന്നെയല്ലേ ഇപ്പൊ എതിർ പാർട്ടികൾക്ക് പോലും ഒന്നും പറയാനില്ല. എതിർ പാർട്ടികൾ അടക്കം പറയുന്നത് എന്താ, അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഒരു അഴിമതി. അതുകൊണ്ടാണ് ഇത് ഒരു അഴിമതിയായിട്ട് പറയാൻ അഴിമതി രഹിത ഭരണം എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു അഴിമതിയായിട്ട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതെങ്ങനെ തെളിയിക്കാൻ പറ്റില്ല? അവർ ഇത് അഴിമതിയായിട്ട് പറയാനും പറ്റില്ല. കാരണം എന്താ, ഒരാള് വില്ലിംഗിലി വാങ്ങിയിട്ട് കൊടുക്കുകയാണ്. മനസ്സിലായോ? ഞാൻ വാങ്ങി കൊടുക്കുകയാണ്, അത് ഇന്നെ ഭീഷണിപ്പെടുത്തിയോ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഇന്റെ സ്ഥാപനത്തിലേക്ക് ED വരികയാണ്. EDക്ക് ഏത് സ്ഥാപനത്തിലും എപ്പോഴും കയറിച്ചല്ല, അതൊരു ഭീഷണിയായിട്ട് കാണാനും പറ്റില്ല. അപ്പൊ ഇതാണ് ഇവിടെ ഇലക്ട്രൽ ബോണ്ട് വഴി BJP സർക്കാർ ചെയ്ത നമ്പർ 1 മറ്റേ പരിപാടി. ഓക്കെ, എത്ര പൈസ വെറുതെ അല്ല. തൃശ്ശൂരിലൊക്കെ നമ്മളെ മറ്റേ ചെമ്പ് കോപ്പിയായിട്ട് ഇങ്ങനെ നോട്ടിന്ന് ഇങ്ങനെ വലിച്ച് ഓടിച്ചു കൊടുക്കുന്നത്. അത് കഴിയണ്ടല്ലോ. ഒന്നും കിട്ടിയില്ലെങ്കിൽ പർച്ചേസ് ചെയ്യും. ഇനി കേരളത്തിൽ റിസോർട്ട് വാങ്ങിയ ആൾക്കാരെ മാറ്റുമോ പറയാൻ പറ്റൂല. കാരണം ഇപ്പൊ കുറെ ആൾക്കാർ ചാടിയിട്ടുണ്ട്. ഇനി ഒരു റിസോർട്ടും ബസ്സും കുറച്ച് കാശും കെട്ടി കഴിഞ്ഞാൽ പോകാനുള്ള കുറെ ആൾക്കാരുണ്ടാവേ. അതൊക്കെ ഈ ഇലക്ഷൻ കഴിയുമ്പോ ഇനി പുതിയ എന്തെങ്കിലുമൊക്കെ കളികൾ കേരളത്തിൽ ആളുകൾ വളരെ ആത്മവിശ്വാസത്തോട് പറയേണ്ട ഇനിയും വരും ആളുകൾ എന്നുള്ളത്. യെസ്. അപ്പൊ ഇതാണ് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ട് നമ്മുടെ ഒരു ചെറിയ അറിവിലുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ബൈ.